നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SNDP യോഗം നാട്ടിക യൂണിയൻ ഗാന്ധിജി ഗുരുദേവൻ സംഗമ ശതാബ്ദി ആഘോഷം നടത്തി. ഗതാഗത യോഗ്യമല്ലാതായ കിഴുപ്പുള്ളിക്കര നളന്താക്കിണർ ബസ് സ്റ്റോപ്പ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP റോഡിൽ ഞാറ് നട്ട് പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ JCI മുൻ അന്തർദേശീയ പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരനെ വിവിധ സംഘടനകൾ ആദരിച്ചു. വാർത്തകൾ തുടരുന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ ഗാന്ധിജി ഗുരുദേവൻ സംഗമ ശതാബ്ദി ആഘോഷം നടത്തി. യൂണിയൻ ഭാരവാഹികൾ, ശാഖാ ഭാരവാഹികൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, മൈക്രോ ഫിനാൻസ് പ്രവർത്തകരുടെ സംയുക്ത യോഗവും തൃപ്രയാർ SNDP യൂണിയൻ ഹാളിൽ ചേർന്നു. ചന്ദ്രാപിന്നി ശാഖ മുൻ പ്രസിഡന്റും തൃശൂർ RDC ട്രഷററുമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച രാജീവൻ തഷ്നാത്തിന്റെ ദേഹവിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. 2025 സെപ്റ്റംബർ 7 ഞായറാഴ്ച നടക്കുന്ന 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി അതിവിപുലമായി നടത്തുവാൻ യോഗം തീരുമാനിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന വർണ്ണശബളമായ ആഘോഷയാത്ര നാട്ടിക ശ്രീനാരായണ ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി നടത്തും. ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവൻ സംഗമത്തിന്റെ ശതാബ്ദി ആഘോഷ പ്രഭാഷണം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് നടത്തി. നാട്ടിക യൂണിയൻ ഹാളിൽ ചേർന്ന സംയുക്ത യോഗം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ അധ്യക്ഷനായി. വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, യൂണിയൻ കൌൺസിലർമാരായ ദീപൻ മാസ്റ്റർ, KG നാരായണദാസ്, CS ഗണേശൻ, വനിതാ സംഘം സെക്രട്ടറി ശ്രീജ മൗസ്മി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് VP പ്രഭാശങ്കർ, യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുളി, കൌൺസിലർ നരേന്ദ്രൻ തയ്യിൽ എന്നിവർ സംസാരിച്ചു. ഗുരുദേവന്റെ ജയന്തി സെപ്റ്റംബർ 7-ാം തീയതി ഞായറാഴ്ച നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മീറ്റിംഗ് വിളിക്കാറുണ്ട്. അപ്പം അതുപോലെ ഈ മീറ്റിങ്ങിന് അങ്ങനെ ഒരു ആഘോഷം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആക്കണ്ട. കേരളത്തിലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ലോകമെമ്പാടും പ്രശസ്തി ആർജിക്കുകയും ചെയ്ത വലിയ മഹാസമ്മേളനം എനിക്കും അതിലേക്ക് ശിവഗിരിയിൽ നിന്ന് ഒരു പാസ് തന്നതിനായിരുന്നു. ഡൽഹിയിൽ താന്യം ഗ്രാമപഞ്ചായത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മണപ്പുറം അക്കാദമിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടന്ന അനുമോദന ചടങ്ങ് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണുഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷനായി. കേരള സോഷ്യൽ ജസ്റ്റിസ് റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ മുഖ്യാതിഥിയായി. പെരിങ്ങോട്ടുകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് VK പ്രദീപ്, മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് MB സജീവൻ, വലപ്പാട് അക്കാദമിയിലെ വിഷ്ണു KS, സിനു കുമാർ, സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ഹരിദാസ് ചെമ്മാപ്പിള്ളി, ജഗദീഷ് രാജ് വാളമുക്ക്, ഉഷ ഉണ്ണികൃഷ്ണൻ, പോൾ പുലിക്കോട്ടിൽ, ഗീതാദാസ്, രേണുക റിജു, വിനോഷ് വടക്കേടത്ത്, സുബീഷ് തൈവളപ്പിൽ, നാരായണൻ, നിസാർ കുമ്മംകണ്ടത്ത്, ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. ജോജോ ജോൺ ചുങ്കത്ത്, ജിസ ആന്റണി, സ്മിത പോൾ എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ശ്രീജിഷ് K പൊയ്യാറ, അഭിനന്ദ് AD, ഡോക്ടർ കിരൺ VC, ഡോക്ടർ മറിയാമ്മ നിലങ്കാവിൽ, ഗഹന ഹരി, ശ്രീനിധിൽ സൈഗാൾ, വിഷ്ണു റാം, ദേവലക്ഷ്മി UA, കൃഷ്ണദേവ്, ദിലീപ് കുമാർ, ഗൗതം സുനിൽ, ഷൈജു സായിറാം, കമൽജിത്ത് കരുണാകരൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സത്യം വദ ധർമ്മം ചര. സത്യം പറയണം, ധർമ്മം. 4 ധർമ്മങ്ങൾ ആചരിക്കണം. മനുഷ്യൻ ആചരിക്കേണ്ടതായ 4 ധർമ്മങ്ങളാണ് സത്യം, ദയ, ദാനം, തപസ്. സത്യം പറയണം, കള്ളം പറയരുത്. 4 ധർമ്മങ്ങൾ. ദയയുള്ള മനസ്സ്, മറ്റുള്ളവരെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളും കണ്ട് ദയോടുകൂടി എല്ലാ ജീവികളെയും സ്നേഹിക്കാനുള്ള ദയ കാണിക്കണം.
ദാനം കഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടുന്നവരെ കണ്ടറിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്യണം. തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയാണ് തപസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ മനുഷ്യൻ ആചരിക്കേണ്ടതായ കാര്യങ്ങളാണ്, മനുഷ്യ ജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യങ്ങളാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. മാതാവിനെയും പിതാവിനെയും ഈശ്വരനെ പോലെ ഉപാസന ചെയ്യണം. ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ബഹുമാനത്തോടെ അവരെ വന്ദിക്കണം. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വലം 2025 മെറിറ്റ് ഡേ നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അധ്യക്ഷനായി. മുൻ പ്രിൻസിപ്പൽ ലിൻസി എ ജോസഫ്, വിരമിച്ച പ്രധാനാധ്യാപിക സിഇഒ സീന എന്നിവരെ ഹെഡ്മാസ്റ്റർ കെ ഫ്രാൻസിസ്, ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി എന്നിവർ ആദരിച്ചു. PTA പ്രസിഡന്റ് ജിയോ കെ മാത്യു, ലിൻസി എ ജോസഫ്, സിഒ സീന, ഫാദർ ജോഫിൻ അക്കരപ്പട്ടിക്കൽ, ജെസി തോമസ്, കെ സണ്ണി, പ്രിൻസിപ്പാൾ സ്മിത പി ജോസ്, റീന ജേക്കബ് ടി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തുടർച്ചയായി 2ാം വർഷവും തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിൽ +2 വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയും SSLC പരീക്ഷയിൽ 100% വിജയം നേടിയും സ്കൂൾ മികച്ച വിജയം കൈവരിച്ചിരുന്നു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് 7ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി പ്രഭാകരൻ മാസ്റ്ററുടെ 1ാം ചരമ വാർഷിക ദിനത്തിൽ കോതകുളം സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. അനുസ്മരണ യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. PM ശരത് കുമാർ, CR അറുമുഖൻ, CV വികാസ്, KH കബീർ, അനിൽ കരുവത്തിൽ, സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പിള്ളി, രവി ഇസ്മായിൽ അറക്കൽ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറിയ പങ്കും ഈ കോതകുളം സെന്ററുമായി മാഷക്കുണ്ടായിരുന്നൊരു ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. അരനൂറ്റാണ്ടിലേറെ കാലം വലപ്പാട് മണ്ഡലത്തിലും കയ്പമംഗലം ബ്ലോക്കിലും അതുപോലെ തന്നെ നാട്ടിക ബ്ലോക്കിലുമൊക്കെ വിശേഷമായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭൗതികമായ ഒരു സ്വത്തായിരുന്നു പ്രഭാകരൻ മാസ്റ്റർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു അധ്യാപകന്റെ മകനായി ജനിച്ച് അധ്യാപനം ജീവിതവൃത്തിയായി എടുത്ത് ഒരു അധ്യാപകനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റി. സംസ്ഥാന മത്സ്യബന്ധന ഫിഷറീസ് തുറമുഖ വകുപ്പിന്റെ സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ JCI മുൻ അന്തർദേശീയ പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. AICC അംഗവും മുൻ MLAയുമായ അനിലക്കരെ ഷൈൻ ടി ഭാസ്കരന്റെ വീട്ടിലെത്തി പൊന്നാടയും മെമന്റോയും നൽകിയാണ് ആദരിച്ചത്. ഈ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അത് മത്സ്യബന്ധനത്തിൻ്റെ മത്സ്യകൃഷിയാണെങ്കിലും ക്ഷീരകൃഷിയാണെങ്കിലും കേരകൃഷിയാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും ഒക്കെ അവാർഡുകളൊക്കെ വാങ്ങുക എന്നുള്ളത് ഏറെ സുഖകരമായ കാര്യമാണ്. പക്ഷെ അതിലേക്ക് എത്തി അത് വിജയകരമായി ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൃഷികളൊക്കെ ഏറെ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടതും വളരെ ശ്രദ്ധിക്കേണ്ടതും ഓരോ പോയിന്റിലും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് മത്സ്യകൃഷി എന്നുള്ളത്. അതിനേക്കാൾ ആ മത്സ്യകൃഷിയിൽ തന്നെ ഏറ്റവും കഠിനവും പ്രയത്നവും നടന്നതാണ് ചെമ്മീൻ കൃഷി എന്ന് പറയുന്നത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് 22 ഏക്കർ സ്ഥലത്താണ് ഷൈൻ ടി ഭാസ്കരൻ ചെമ്മീൻ കൃഷി ചെയ്തു വരുന്നത്. നമ്മളറിയുന്ന ഷൈൻ സൗമ്യ സ്വഭാവക്കാരനായ ഷൈനാണ്. അടുത്തറിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാർക്കശവും കണിശവുമെല്ലാം നമുക്കത്ര പരിചയമില്ല. ഇത് നാട്ടിലേക്ക് ഒരു സന്തോഷമുണ്ടാക്കുന്നതാണ്, അഭിമാനം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ അച്ഛനാണ് ഹോട്ടൽ തുടങ്ങിയത് 1975. ഇപ്പോൾ 50 വർഷമാവണം ഡ്രീം ലാൻഡ് വന്നിട്ട്. അപ്പോൾ 50 വർഷമാകുമ്പോൾ ആ ഒരു അച്ഛനായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭം അത് സർവീസ് ഇൻഡസ്ട്രിയാണ്.
പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളൊരു ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എപ്പോഴും സർവീസാണ് നമ്മളെ ഇവിടെ ഹോട്ടൽ എന്നുള്ള രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അത് ഫുഡ് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ഒന്ന് വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളവിടെ ആകുമ്പോൾ നമുക്കിവിടെ ഫ്രഷ് വാട്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ പറ്റില്ല, ഓരിജലം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുങ്ങല്ലൂർ മേഖലയിൽ പോയി അതിൻ്റെ ആദ്യമായിട്ടൊരു 5.5 ഏക്കർ എടുക്കുന്നത്. അത് അങ്ങനെയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ചെമ്മീൻ കർഷകനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ ഷൈൻ ഭാസ്കറിനെ സർഗ സംസ്കൃതി തൃപ്രയാറിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വിനു അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സർഗ സംസ്കൃതി വൈസ് ചെയർമാൻ ആൻഡോ തൊറയ്യൻ, എഴുത്തുകാരിയും കലാകാരിയുമായ ലീന ജോസഫ്, പൊതുപ്രവർത്തകൻ പോൾ ചിറ്റിലപ്പള്ളി, സോമസുന്ദരൻ കല്ലാറ്റ്, ആൻഡ്രൂസ് ജോസഫ്, രേണുക റിജു, വിനോഷ് വടക്കേടത്ത്, മാധ്യമപ്രവർത്തകനായ സതീഷ് കല്ലയിൽ, രാജേഷ് മുറ്റിച്ചൂർ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. അഭിഭാഷകനും ഹോട്ടൽ വ്യവസായിയുമായ ഷൈൻ ബിസിനസ്സിനും ലാഭത്തിനുമപ്പുറത്ത് കൃഷിയോടും പ്രകൃതിയോടുമുള്ള ഇഷ്ടം മൂലമാണ് ആദ്യമായി കൊടുങ്ങല്ലൂരിൽ ചെമ്മീൻ കൃഷി ആരംഭിച്ചത്. തുടക്കത്തിൽ നിരവധി പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നെങ്കിലും നൂതനമായ എല്ലാ സാങ്കേതിക വിദ്യകളും പ്രാവർത്തികമാക്കി തടസ്സങ്ങളെയെല്ലാം മറികടന്ന് വിജയം വരിച്ചുവെന്ന് മാത്രമല്ല, ഈ രംഗത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫിഷ് ഫാമാക്കി തന്റെ ഫാമിനെ വളർത്തുകയും ചെയ്തു. 2014 ആഗോള യുവജന സംഘടനയായ ജൂനിയർ ചേംബറിന്റെ അന്താരാഷ്ട്ര അധ്യക്ഷനായും ഷൈൻ ഭാസ്കരൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടികയിൽ തന്റെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലും നിരവധി ഫലവൃക്ഷങ്ങളുടെ മനോഹരമായ തോട്ടവും ഇദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു കർഷകനും കൂടിയുണ്ട്. അത് കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു മേഖല ചെമ്മീൻ കൃഷിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാം, പലതരം ഫലവൃക്ഷങ്ങളുടെ ഫാമുണ്ട്, അടുത്തുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾക്ക് നാട്ടിലേക്ക് ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഷൈൻ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനം തൃശൂരിൽ ജൂലൈ 12 ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നാടായി ഈ കേരളം മാറുമ്പോൾ അതിലേറ്റവും വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഒരു മടിയുമില്ലാതെ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി ഞാൻ പറയുന്നു, കുടുംബശ്രീ എന്ന് തന്നെയാണ്. ഇതോടൊപ്പം തൃശൂർ കേരള വിഷന്റെ കേരള വിഷൻ സമ്മാനോത്സവ് 2025 വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും. സ്ഥലം വെഡ്ഡിംഗ് വില്ലേജ്, പുഴയ്ക്കൽ, തൃശൂർ. പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ അംഗങ്ങളുടെ നാടൻ പാട്ടും നൃത്തവും, കാണികളെ ആവേശം കൊള്ളിക്കുന്ന കലാസന്ധിയും, സിനിമാ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന മെഗാ ഷോയും. കാത്തിരിക്കുക കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏങ്ങണ്ടിയൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ലോറൻസ് അധ്യക്ഷനായി. സംഘടനയിൽ 25 വർഷത്തിൽ കൂടുതൽ കാലം മെമ്പർഷിപ്പ് എടുത്ത് കച്ചവടം ചെയ്യുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, നിയോജകമണ്ഡലം കൺവീനർ ജോജി തോമസ്, യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് കാണത്ത്, ട്രഷറർ രാജൻ പരന്തൻ, വൈസ് പ്രസിഡന്റ് PO ആന്റണി, ജോയിന്റ് സെക്രട്ടറി PTP ജയശങ്കരൻ, രക്ഷാധികാരി NK ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 44 വർഷമായി ഈ മേഖലയിൽ ശക്തമായ സാന്നിധ്യമായി, നിറസാന്നിധ്യമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനം കൊണ്ടു നടക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് കൃത്യതയോടുകൂടി കാലങ്ങളായി ചെയ്തു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ ഒരു മഹത്വവും ഒക്കെ നിലനിർത്താനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 200-ൽ താഴെ അംഗങ്ങളുള്ള ഒരു യൂണിറ്റിന് ഇത്രയും സൗകര്യങ്ങൾ, ഇത്രയും ആസ്തി, അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു വ്യാപാരം കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതൊക്കെ മുൻഗാമികൾ തുടങ്ങി ഇന്ന് നമ്മെ നയിക്കുന്നവർ വരെയുള്ള ഒട്ടനവധി വ്യാപാരി നേതാക്കളുടെ, വ്യാപാരികളുടെ കഠിന പ്രയത്നവും ഈ സംഘടനയോട് ചേർന്ന് നിന്നത് കൊണ്ടുള്ള ഗുണങ്ങളുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും മുൻകാലങ്ങളിൽ അതില്ലാത്ത കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ADS വാർഷികാഘോഷം എഴുത്തുകാരി ദൃശ്യ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് CDS മെമ്പർ ജീന സുനിൽ അധ്യക്ഷയായി. ADS സെക്രട്ടറി വിബിത, വിശിഷ്ടാതിഥികളായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട്, 2ാം വാർഡ് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജ്യോതി രാമൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മണി ശശി, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ ഉപാധ്യക്ഷൻ TI ചാക്കോ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സുമൈറ ബഷീർ, ലതി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൂടുമ്പോൾ ഇമ്പമുള്ളത് അതാണ് കുടുംബം. ആ കുടുംബത്തിൽ ഇമ്പം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത്. കുടുംബത്തിലെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഒന്നിച്ചിരുന്ന് കഥകൾ പറഞ്ഞ്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ചിരുന്ന് കരഞ്ഞും ചിരിച്ചും തന്റെ കുടുംബത്തിന്റെ വെളിച്ചം നാടിന്റെ വെളിച്ചമാകാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോ കൂടുമ്പോൾ ഇമ്പമുള്ള ആ കുടുംബത്തിന്റെ ശ്രീയായിട്ടുള്ള
ഐശ്വര്യമായിട്ടുള്ളവരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ വെളിച്ചത്തിൽ ഒരു പ്രകാശമാവാൻ എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഇതിന്റെ ഭാരവാഹികളോട് അതിനെ നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കാലഘട്ടത്തില് മനുസ്മൃതിയിലൊക്കെ പറയും, പിതാ രക്ഷതി കൗമാരി പുത്രോ രക്ഷതി വാർദ്ധക്യ നാ സ്ത്രീ സ്വതന്ത്ര മഹതി എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് കുട്ടിക്കാലത്ത് അച്ഛനും പിന്നെ യൗവനത്തിൽ ഭർത്താവും വയസ്സാവുമ്പോൾ മകനുമാണ് ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം പറഞ്ഞ നാ സ്ത്രീ സ്വതന്ത്ര മഹതി എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. സ്ത്രീയെ ഒറ്റയ്ക്ക് അങ്ങനെ വിടരുത്, അവളെ എപ്പോഴും സംരക്ഷിക്കേണ്ടതാണ് എന്നാണ്. ആലപ്പാട് പുറത്തൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസും മാതൃവേദിയും സംയുക്തമായി ഐവിഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ൽ പരം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ഘാടന കർമ്മം ഇടവക വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തെരി ഉദ്ഘാടനം ചെയ്തു. AKCC പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട്, മാതൃവേദി പ്രസിഡന്റ് ലിസി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഗതാഗത യോഗ്യമല്ലാതായ കിഴുപ്പിളക്കര നളന്ത കിണർ ബസ് സ്റ്റോപ്പ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP പ്രതിഷേധ സമരം നടത്തി. കിഴുപ്പിളിക്കര വില്ലേജ് ഓഫീസ് കിണർ ബസ് സ്റ്റോപ്പിൽ നിന്നും കിഴുപ്പിളിക്കര സെന്ററിലേക്കുള്ള റോഡിലെ നളന്ത സ്കൂളിന് കിഴക്കുഭാഗം വരെയുള്ള ഭാഗം ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും യാത്ര ചെയ്യാനാകാത്ത വിധം വെള്ളം കയറിയും കുണ്ടും കുഴികളുമായി തകർന്നു കിടക്കുകയാണ്. താൽക്കാലിക അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാതെ തൊട്ടുചേർന്നുള്ള കാന പൂർണ്ണമായി മണ്ണും മൂടിക്കിടന്നിട്ടും പഞ്ചായത്ത് അധികാരികൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് BJP താന്യം 9-ാം വാർഡ് കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും ചേർന്ന് വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളിൽ ഞാറ് നട്ടുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയത്. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുനിൽ സമരം ഉദ്ഘാടനം ചെയ്തു. BJP വാർഡ് പ്രസിഡന്റ് രാജേഷ് ഒറ്റാലി അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി കവിത ഷൺമുഖൻ, ജില്ലാ സമിതി അംഗം P കൃഷ്ണനുണ്ണി, മണ്ഡലം ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി TG രതീഷ്, സെക്രട്ടറി NS ഉണ്ണിമോൻ, പഞ്ചായത്ത് പ്രസിഡന്റ് VV വിനോബ്, മണ്ഡലം സമിതി അംഗം NS സുഗതൻ, മുരളീധരൻ കല്ലാറ്റ്, സുഗദേവ് പാടൂർ, V രാജീവ്, ലക്ഷ്മണൻ CK, പ്രകാശൻ കൊടൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. CPIML റെഡ് സ്റ്റാർ സംസ്ഥാനതല പഠന ക്യാമ്പും പൊതുസമ്മേളനവും നടത്തി. ചന്ദ്രാപിന്നിയിൽ നടന്ന പൊതുസമ്മേളനം CPIML ജനറൽ സെക്രട്ടറി ഡോക്ടർ PJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ ഫാസിസം കീഴടക്കിയിരിക്കുകയാണെന്ന് ഡോക്ടർ PJ ജെയിംസ് പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രോവിന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MP കുഞ്ഞിക്കണ്ണാരൻ, കേന്ദ്ര കമ്മിറ്റി അംഗം MK ദാസൻ, ബിജി ലാലിച്ചൻ, KS സിന്ധു, TC സുബ്രഹ്മണ്യൻ, PC അജയൻ, NM പുഷ്പാങ്കദൻ എന്നിവർ സംസാരിച്ചു. അവർ മനുഷ്യ പരിഗണന ഉള്ളവരല്ല RSSന്റെ അഭിപ്രായത്തിൽ. കാരണം മനുസ്മൃതി പറയുന്നത് ഈ രാജ്യത്തെ ദളിതർ അവര് മനുഷ്യ പരിഗണന സഭ്യൂമെന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ താഴ്ന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. സ്ത്രീകൾ, നമ്മുടെ രാജ്യത്തെ പകുതി വരുന്ന സ്ത്രീകൾ സഭ്യൂമനാണ്, അവര് മനുഷ്യ പരിഗണനയുള്ളവരല്ല. ഇതാണ് മനുസ്മൃതി പറയുന്നത്. ആ മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയാക്കണമെന്ന് ആവശ്യപ്പെട്ട, അതിനുവേണ്ടി നിലകൊണ്ട ആ സംഘടനയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJPയുടെ അതിൻ്റെ രക്ഷകർത്താവ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ പറയുന്നത് അതിൻ്റെ സർവ നിയന്ത്രണവും കൈവശപ്പെടുത്തിയിട്ടുള്ളതാണ്. നാട്ടിക ബീച്ച് കുരുമ്പേപ്പാടത്ത് വാസുവിന്റെ മകൻ സദാനന്ദൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാത്രി 8-ന് വീട്ടുവളപ്പിൽ നടത്തും. ഭാര്യ ലളിത, മക്കൾ അഭിമന്യു, സ്വാതി, മരുമക്കൾ കിഷോർ, ധനലക്ഷ്മി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP യോഗം നാട്ടിക യൂണിയൻ ഗാന്ധിജി ഗുരുദേവൻ സംഗമ ശതാബ്ദി ആഘോഷം നടത്തി. ഗതാഗത യോഗ്യമല്ലാതായ കിഴുപ്പുള്ളിക്കര നളന്ത കിണർ ബസ് സ്റ്റോപ്പ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP റോഡിൽ ഞാറ് നട്ട് പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ JCI മുൻ അന്തർദേശീയ പ്രസിഡന്റ് ഷൈൻ T ഭാസ്കരനെ വിവിധ സംഘടനകൾ ആദരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.